നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ എപ്പോഴും കാണിക്കുന്നില്ലാത്തൊരു സാധനം കാണിക്കാം. കുർത്തി കളക്ഷൻസ്. ഒരു മിനിറ്റ്, അതെടുക്കണം. ആ പിങ്ക് ഉള്ളത് കുർത്തി എപ്പോഴും കാണിക്കുന്നില്ല, പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര ആൾക്കാർ എന്തിനീ കുർത്തി കാണിക്കും. കുർത്തി ഇടുന്നവരാണല്ലോ ധാരാളം ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് കുർത്തി കാണിക്കാമെന്ന് വെച്ചു. ഞാനിതിപ്പം ഏറ്റവും റേറ്റ് കുറഞ്ഞതുമല്ല ഏറ്റവും റേറ്റ് കൂടിയതുമല്ല, കൂടുതൽ ആൾക്കാർ എടുക്കുന്ന ആ ഒരു കാറ്റഗറി. പ്രീമിയം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ ലോ തീരെ കുറഞ്ഞതെന്നും പറയാൻ പറ്റത്തില്ലാത്ത ആ ഒരു കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന കുറച്ച് കുർത്തീസ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഷോപ്പിൽ വന്നേക്കുന്ന കുറച്ച് കുർത്തീസ്, അതെല്ലാമാണ് കാണിക്കുന്നത്. ഇത് കണ്ടോ, ഇതൊരു 2 പീസ് സെറ്റാണ്. 2 പീസ് സെറ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, എന്നെ സാരി എടുത്ത് ഞാൻ ആദ്യമായിട്ടല്ലേ വീഡിയോ ഇടുന്നേ അല്ലേ, ചുമ്മാ ഞങ്ങളിന്ന് വേറൊരു കാര്യത്തിന് വേണ്ടി സാരി എടുത്താണ്, അത് കാണിച്ചു തരാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് സമയം പോകുന്നതുകൊണ്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഫ്ലോറൽ പ്രിൻറ്റ്, നിറച്ച് ഫ്ലോറൽ വരുന്ന പ്രിൻറ്റുകൾക്ക് ഭയങ്കര ഡിമാൻഡായിട്ട് വരിക. അത് ലൈറ്റ് ഷെയ്ഡിൽ ഡാർക്ക് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് അങ്ങനെയൊക്കെ വരുന്നതിന് അതിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ചും വൈറ്റിലും ബ്ലാക്കിലും വരുമ്പോൾ ഭയങ്കര രസമാണ്. അങ്ങനത്തെ ഒരു ചുരിദാർ ഇതാണ്. ഇത് ടോപ്പ് ബോട്ടം ഉണ്ട്, ബ്ലാക്ക് ബോട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ബോട്ടം ഉണ്ട്. ഫ്രണ്ടിൽ പടി വന്നിട്ട് ബാക്ക് ഇലാസ്റ്റിക്കുമായിട്ട് അടിയിൽ സ്ലിറ്റുള്ള നമ്മുടെ സിഗരറ്റ് ബോട്ടോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ബോട്ടോ, അങ്ങനത്തെ ബോട്ടം. ഇതാണ് ടോപ്പ്. നല്ല പ്യുവർ കോട്ടൺ ആണ് സ്റ്റഫ്, ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, നല്ല കോട്ടൺ ആണ്. ഇതാണ് ആദ്യത്തെ കുർത്തി. പിന്നെ ഇത് അടുത്തത്, ഇത് കണ്ടോ, മസ്ലിൻ ഫാബ്രിക്കിലാണ്. ഇങ്ങനെ ഒരു കാഷ്വൽ കം ഫോർമൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ വന്നിട്ട് ഒരു ഡാർക്ക് മെറൂണും റാണി പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഈ ഫ്ലോറൽ വരും, നല്ല രസമായിരിക്കും. അന്നേരം ഈ ഫ്ലോറലിൻ്റെ ഇവിടെ എടുത്ത് നെക്കേല ഒരു പാച്ച് പോലെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രണ്ട് വശം ഇങ്ങനെ ഇരിക്കും, ബാക്ക് വശം ഇതിൻ്റെ ഇങ്ങനെ ഇരിക്കും. ഇതാണ് വേറൊരു ഇത്. അടുത്തത് കോട്ടൺ, ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന കോട്ടൺ. അത് കാഷ്വൽ കം ഓഫീസ് വെയർ അങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇത്. കണ്ടോ, ഷോളൊന്നും ഇടാൻ താല്പര്യം ഇല്ലാത്തവർക്കും ഷോൾ ഇടേണ്ടവർക്ക് എങ്ങനെയും ഷോളില്ല. ഇത് ടോപ്പും ബോട്ടവും കൂടി. അതിൻ്റെ ടോപ്പ് ഇങ്ങനെ കോട്ടൺ ആണ്, നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇങ്ങനെ വന്നിട്ട് ഈ ഹൈനെക്കിൻ്റെ വീനക്ക് വന്ന് ഇവിടെ കുഞ്ഞ് 2-3 ഗാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല കാഷ്വൽ. ഈ പലരുടെ ഒരു ധാരണ ഇങ്ങനത്തെ പ്ലീറ്റ്സ് വന്നു കഴിയുമ്പോൾ അത് പിള്ളേരിടുന്നതാ, അല്ലെങ്കിൽ ഞാൻ ഷോപ്പിൽ നിൽക്കുമ്പം കാണുന്നതാണ്. ആലിയ കട്ട്, ഇതൊക്കെ പിള്ളേരുടെയാണ്. ഇച്ചിരി പ്രായം കഴിഞ്ഞ് കഴിഞ്ഞുള്ളൊരു അത് അയ്യോ അങ്ങനല്ല. ശരിക്കും ആലിയ കട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഇച്ചിരി ഏജ്, ഒരു മിഡിൽ ഏജ് അല്ല എന്ന് പറയുന്നത്, ഒരു 30 എബോവ് ഉള്ളവർ, 35 എബോവ് ഉള്ളവരാണ് ശരിക്കും ഈ ആലിയ കട്ടൊക്കെ ഇടേണ്ടവർ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നല്ല കംഫർട്ടാണ്, നമുക്ക് നല്ല ലൂസായിട്ട് കിടക്കുന്നത്, ബോഡി വൃത്തികേടായിട്ടൊന്നും തോന്നത്തില്ല. അതൊക്കെയാണ് എല്ലാവരുടെയും വിചാരം. ഇവിടെ ആ പ്ലീറ്റ്സ് വരുന്നത് നല്ലതല്ലേ. പിന്നെ ഇച്ചിരി ആ ഒരു ഏജ് ഒക്കെ ആകുമ്പോൾ ഇച്ചിരി വയറൊക്കെ ചാടിയൊക്കെ കാണും എല്ലാവർക്കും അല്ലേ. ശരിക്കും ആലിയ കട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രഗ്നന്റ് ലേഡീസ് ഇടുന്ന ഡ്രസ്സ്, മെറ്റേണിറ്റി വെയർ കണ്ടിട്ടുണ്ടോ, ഇങ്ങനത്തെ പ്ലീറ്റ്സ് ഉള്ളതല്ലേ, അതന്നെ അതിനകത്ത് അതിനകത്ത് ഒതുങ്ങും. അതുകൊണ്ടാണ് ആലിയ കട്ട് ഇടുമ്പോൾ അങ്ങനെ അതിനകത്ത് നമ്മളുടെ വയറ് കിടന്നോളൂ. അതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒത്തിരി ഇതൊന്നും തോന്നിച്ച് വയറൊക്കെ ഉള്ളവരൊക്കെ അങ്ങനെ ഇടുന്നതല്ല. നല്ല ശരീരമോ ഷേപ്പ് ഉള്ളവർക്ക് ഒത്തിരി നല്ലതാണ് കാഷ്വൽ വെയർ ആയിട്ട് ഇടാൻ. ഒരു ആംഗിൾ ലെങ്ത് ബോട്ടോ ഒക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇത് അങ്ങനെ പറഞ്ഞ ആലിയ കട്ടിൻ്റെ കഥയിലോട്ട് പോയി. ഇത് കാണിച്ചതല്ലേ, ഇത് അതിൻ്റെ ബോട്ടമാണേ. ബോട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഫ്രണ്ടും ബാക്കും ഇങ്ങനെ എലാസ്റ്റിക്കാണ്. ഇപ്പോൾ വരുന്ന ബോട്ടംസ് എല്ലാം ഇച്ചിരി ലൂസ് ബോട്ടം, അതൊരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുക. നമ്മളുടെ ആ സ്ട്രെയിറ്റ് ബോട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇച്ചിരി ലൂസ് പലാസോ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഇച്ചിരി ലൂസുള്ള ഒരു ബോട്ടത്തിലേക്ക് പോയിരിക്കുക. അത് നിങ്ങൾക്കിനി അത് ഇഷ്ടമില്ലെങ്കിൽ സൈഡൊന്നും ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ നോർമൽ ബോട്ടം പോലെ ആക്കിയെടുക്കാം. പിന്നെ നല്ല ഹാൻഡ്ലൂം കോട്ടൻ്റെ നല്ല കുർത്തി, എൻ്റെയൊക്കെ ഫേവററ്റ് എന്നേ ഞാൻ പറയുള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. നല്ല സ്റ്റാൻഡേർഡാണ്, നല്ല കാഷ്വൽ വെയർ ആണ്, ഏത് ഏജിലുള്ളവർക്കും ഇടാമെന്നുള്ളതാണ്. ഇതിന് ബോട്ടം ഉണ്ട്, സെയിം ബോട്ടം തന്നെയാണ്. ഇത് കണ്ടോ, ഹാൻഡ്ലൂമിൻ്റെ തന്നെ സെയിം ബോട്ടമാണ്. പക്ഷേ ഇതിന് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡാർക്ക് പർപ്പിളിൻ്റെ ബോട്ടം ഇടുവാണെങ്കിലും നല്ലതാണ്. നെക്കിലൊരു ലേസൊക്കെ കൊടുത്ത് ബാക്കിലും ഇങ്ങനെയൊക്കെ കൊടുത്ത്
നല്ല ഭംഗി, നല്ല സിമ്പിൾ വെയർ. ഷോൾ ഇടേണ്ടവർക്ക് വേണമെങ്കിൽ, ഷോൾ ഇടാത്തതും ഇടാതെ ക്യാഷ്വൽ വെയർ ആയിട്ട് ഇടുന്നതല്ല, ഇതിൽ കഴുത്തെ കുറച്ച് ചുറ്റിയൊരു ഷോൾ ചുമ്മാ ഇടുവാണെങ്കിൽ അതിന് ഒരു ചെറിയൊരു പാർട്ടി ടച്ച് കൊടുക്കാനും പറ്റും. കയ്യിലും ആ ഒരു പ്രിന്റ് ഉണ്ട്. ഇത് പക്ക ഹാൻഡ്ലൂം കോട്ടൺ അല്ലെങ്കിൽ സെമി ലിനൻ എന്ന് പറയും കേട്ടോ. അപ്പം ഞാൻ പറയട്ടെ, ഇത് നിങ്ങൾ ഡ്രൈ വാഷ് ചെയ്യാൻ പറഞ്ഞാൽ കുർത്തി അങ്ങനെ പെട്ടെന്ന് പറ്റത്തില്ല. അപ്പം നിങ്ങൾ ആദ്യത്തെ വാഷ് ഒന്നെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഓൾട്ടർ ചെയ്യുന്നതിന് മുന്നേ ഒരു ഓൾട്ടർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് ഫിറ്റ് വെച്ച് ഓൾട്ടർ ചെയ്യരുത്. പ്യുവർ കോട്ടൺ ആകുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ചുരുങ്ങും. അത് പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് പോളിസ്റ്റർ മിക്സ് ഇല്ലാത്തതുകൊണ്ടാണ് ചെറുതായിട്ട് ചുരുങ്ങുന്നത്. അപ്പം നിങ്ങളൊരു ശക്കലം കൂട്ടിയിട്ട്, വണ്ണം കൂട്ടിയിട്ട് വേണം ഓൾട്ടർ ചെയ്യാനായിട്ട്. ഒന്നത്. പിന്നെ വേറൊരു ടു പീസ് അല്ലേ, വേറൊരു 2 പീസ് സെറ്റ്. ഇതെല്ലാം ഒരു സെമി പ്രീമിയം എന്ന് പറയാവേ, നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള. ഞാൻ ഇത് ഇട്ട് കാണിച്ച് ഒരെണ്ണമെങ്കിലും ഇട്ട് കാണിച്ചിട്ട് എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. സാരിയുടെ കാര്യം പറഞ്ഞ വിചാരം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇതുണ്ടോ, ഇവിടെ ഈ പോർഷൻ ഈ മൊത്തം നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുക. നല്ലൊരു ഡാർക്ക് ഇൻഡിഗോയുടെ കളർ. ഇവിടെ ഫ്രണ്ടിൽ ഒരു സ്ലിറ്റ് ഉണ്ട്, സൈഡിലും സ്ലിറ്റ് ഉണ്ട്, ബാക്കിലും ആ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുക. കണ്ടോ, നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലും ഇതാണ്. ഈ ഞാൻ കാണിക്കുന്ന ഒരുമാതിരിപ്പെട്ട മോഡൽസ് എല്ലാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ക്യാഷ്വൽ കം സെമി ഫങ്ഷൻ അങ്ങനെയുള്ള ഒരു മോഡൽ. അത് ക്യാഷ്വൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം, അല്ലാതെ ഇപ്പോൾ ഒരു ഫങ്ഷൻ വെയർ ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഇത് വേറൊന്ന്. ഇത് ഫങ്ഷൻ വെയർ ആയിട്ട് തന്നെ ഇടുന്നതാണ്. 3 പീസ് സെറ്റാണ്. ടോപ്പ് അനാർക്കലി മോഡൽ വന്നിട്ട് പാനൽ കട്ട് ചെയ്തിരിക്കുക. ബ്ലാക്ക് ഷെയ്ഡ്. ഒട്ടും കംഫർട്ടല്ല, സാരി ഉടുത്ത് നിൽക്കുന്നതുകൊണ്ട് ചാടി നിൽക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ കയ്യേൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പാനൽ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 ഒരു 7 14 പാനലോളം കൊടുത്തിട്ടുണ്ട്. പാനൽ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസിനും റേറ്റ് കൂടുതലാണെന്നറിയാലോ, കാരണം അത്രയും മെനക്കേടാണ് തയ്ക്കാൻ. കയ്യാ, എൻ്റെ കൈ കാണിച്ചാൽ മതിയോ? കയ്യിലെ എംബ്രോയ്ഡറി. ഈ ഓപ്പാട്ടി വന്നേക്കുന്ന അതേ എംബ്രോയ്ഡറി, വീനക്ക് വന്നിട്ട് പോലെ എംബ്രോയ്ഡറി വന്നിട്ട് ഇവിടെ ഒരു പാച്ച് കൊടുത്തിരിക്കുക. ഇത് നോർമൽ ബ്ലാക്ക് തന്നെ ബോട്ടം. അതിൻ്റെ ഷോൾ വന്നിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ചെറിയ മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഷോള് ശരിക്കും നിങ്ങൾ ഷോളായിട്ടല്ല ഇടേണ്ടത്. അതൊക്കെ ശരിക്കും ഞാൻ പറയട്ടെ, ഇത് ഒരു ഫംഗ്ഷൻ വെയർ അല്ലേ, ചുറ്റി കഴുത്തെ കൂടെ ഇങ്ങനെ താഴോട്ട് ഇടാനുള്ളതാണത്. അങ്ങനെ ഇടുമ്പോഴേ അതിൻ്റെ ഉള്ളൂ. കാരണം ഫ്രണ്ട് മുഴുവൻ എംബ്രോയ്ഡറി വർക്കല്ലേ, അത് മുഴുവൻ തീർന്നു പോകത്തില്ല. ഇത് ഡെയിലി വെയർ, ഒരു നോർമൽ ഡെയിലി വെയർ, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ ഹാൻഡ്ലൂം കോട്ടൺ. ഈ ലൈറ്റ് ഷെയ്ഡ്, ക്രീം വൈറ്റ് ഷെയ്ഡുകൾക്കൊക്കെ ഒത്തിരി പ്രിയമാണ് ഇപ്പം ആൾക്കാർക്ക്, എല്ലാവർക്കും അത് ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ചിക്കൻ കാരി എന്നാ പറയുന്നത്, 365 ദിവസവും മോഡൽ പോകാത്ത, അല്ലെങ്കിൽ ഫാഷൻ പോകാത്ത, അല്ലെങ്കിൽ ആൾക്കാർക്ക് ആവശ്യം പോകാത്ത, ട്രെൻഡ് പോകാത്ത ഒരു സൈറ്റമാണ് ചിക്കൻ കാരി. പല മെറ്റീരിയലിൽ വരുന്നുണ്ട്. ജോർജറ്റി വരുന്നുണ്ട്, കോട്ടണി വരുന്നുണ്ട്, റയോണി വരുന്നുണ്ട്, സിൽക്കിൽ വരുന്നുണ്ട്. അതുപോലെ ഹാൻഡ് വർക്കായിട്ടും മെഷീൻ വർക്കായിട്ടും എല്ലാം വരും. ഹാൻഡ്ലൂമും പവർലൂമും എല്ലാം വരുന്നുണ്ട്. ഇതിപ്പം വന്നിട്ട് ഏറ്റവും ഇതിൻ്റെ അകത്ത് എനിക്കൊരു അട്രാക്ഷൻ തോന്നിയ കാര്യം എന്താ പറയുക, ഇത് റയോണിൻ്റെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഞാൻ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തിട്ടുണ്ട്. ഭയങ്കര കംഫർട്ടാണ് ഇടാൻ, ഭയങ്കര സുഖമാണ്, നല്ലൊരു ഭംഗി, നല്ലൊരു സ്റ്റൈലിഷ് ലുക്കുണ്ട്. നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഇടുന്നതാണ്. സെലിബ്രിറ്റീസ് ഒക്കെ ഇടുന്ന പലരും ഇട്ട് കണ്ടിട്ടില്ലേ, നമ്മുടെ മഞ്ജു വാര്യരെ പോലെയൊക്കെ ഉള്ളവരൊക്കെ ഭയങ്കര ക്യാഷ്വൽ വെയർ ഇടുന്ന ആൾക്കാരാണ്. എന്നാൽ പക്ഷേ നമ്മൾ കണ്ട ഒന്നും കൂടെ നോക്കും, ഒട്ടും വെച്ച് കെട്ടോ ഒത്തിരി ഓവറായിട്ടുള്ള ഒന്നുമില്ല. പുള്ളിക്കാരത്തി ഇടുന്ന മൊത്തം അങ്ങനത്തേതാ. അയ്യോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മളുടെ ഒരു വസ്ത്രസങ്കല്പം എന്ന് പറയുന്നത് അതുമായിട്ട് കാണുമ്പോഴേ എന്തെങ്കിലും ഒരു സാധനം ഓവറായിട്ട് കണ്ടിട്ടുണ്ടോ, പക്ഷേ ഒന്നും കൂടെ നമ്മൾ നോക്കും. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. ഇനി ഇതിൻ്റെ വേറെ കളേഴ്സ് കാണിക്കാം. അതിപ്പോൾ പിസ്ത ഗ്രീൻ ആയിരുന്നേ, ഇതിപ്പോൾ പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്. ഇത് സൈസ് വലുതാണ്, അതുകൊണ്ടാണ് ഒരു ഷേപ്പ്ലെസ് ആയിട്ട് തോന്നുന്നത്. വലിയ സൈസ് വരുമ്പോൾ അത്രയും ഷേപ്പായിട്ട് വരത്തില്ല. ഇതുണ്ടോ, ബാക്കിൽ ഇങ്ങനെ റയോണിൻ്റെ സ്റ്റഫാണ്. ഇത് ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ജെറ്റ് ബ്ലാക്കും ജെറ്റ് വൈറ്റും എന്ന് പറയാൻ വേണമെങ്കിൽ. അതെ, ഇത് എനിക്കുണ്ട്, ഞാൻ ഇതിട്ടുണ്ട് വീഡിയോ.
അയ്യോ ഇത് വേറെയാ. ഞാനാണെങ്കിലേ ഇതിൻ്റെ ഉണ്ടല്ലോ, ഞാൻ എടുത്തതിൻ്റെ ഇങ്ങനെ സ്ക്വയർ പോലെ വന്നതാണേ. എനിക്ക് ഇങ്ങനെ താഴോട്ട് വരുന്നതായിരുന്നു ഇഷ്ടം. ഇതിപ്പോൾ രണ്ടാമത് ഈയിടെ വന്നാ, ഞാൻ നേരത്തെ വന്നപ്പോൾ എടുത്തതാ. ഇത് ഞാൻ കണ്ടില്ല. ഇനി ഇതെങ്ങനെ എടുക്കുക, അത് ഒരു ഒലിക്കത്തില്ല. കേട്ടോ, ഇത് ഭയങ്കര രസമായിട്ടാണ് കേട്ടോ, ഇടാനും നല്ല രസം, കണ്ടാലും ഒരു അട്രാക്ഷനാണ്. സെമി അല്ല, പാർട്ടി വെയർ ആയിട്ട് ഇടുന്നതാണ്. പിന്നെ ബാക്കിലും ഇങ്ങനെ ഇതെന്തോരം പണിയെടുക്കുന്ന ഐറ്റം ഇതെന്നറിയോ. ഇത് മൊത്തം ഹാൻഡ് വർക്കാണ്. അത് ചെയ്തെടുക്കണമെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇത്രയും ഒരു ചുരിദാറിന് തന്നെ എത്ര സമയം എടുക്കും. ഇനി നമ്മുടെ ബോട്ടമുള്ളതല്ലേ, അജ്രക്ക്. ഇനിയിപ്പോൾ അജ്രക്കിൻ്റെ ഡിമാൻഡ് പോയെന്നൊന്നും പറയത്തില്ല. അജ്രക്ക് ഈ പറഞ്ഞ പോലെ ഈ ചിക്കൻ കാരിയുടെ കാര്യം പറഞ്ഞല്ലോ, 365 ദിവസം ഡിമാൻഡ് ഉള്ളതാണ്. പിന്നെ കണ്ട് മടുത്ത കുറേ ആൾക്കാരുണ്ട് അജ്രക്ക് കണ്ട് മടുത്ത്. എന്നാലും അജ്രക്ക് ഇഷ്ടമുള്ളവരുണ്ട്. ഇതുണ്ട്, ഒരു വീനൊക്കെ വന്നിട്ട് ചെറിയൊരു ബട്ടണൊക്കെ കൊടുത്ത്. ഇതിന് ലൈനിങ് ഇല്ല, എ ലൈനാണ് കുർത്തി. ഇതും സൈസ് വലുതാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൈ സ്ലീവ് വരുമ്പോൾ ഇങ്ങനെ ഒരു പടി കൊടുത്തിട്ട് ഇവിടെ ഒരു കുഞ്ഞി പ്ലീറ്റ്സ് ഇട്ടിരിക്കുക. വീനൊക്കെ വന്ന് സിമ്പിൾ കുർത്തിയ. അതിൻ്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ ഡെയിലി ഓഫീസ് വെയർ ആയിട്ടൊക്കെ ഇടാനായിട്ട് ഒത്തിരി നല്ലതാണ്. കണ്ടോ, പിന്നെ ഇത് എനിക്കിഷ്ടം. നല്ലൊരു യെല്ലോ കേട്ടോ, നല്ല മസ്റ്റാർഡ് യെല്ലോടെ നല്ലൊരു ഷെയ്ഡ്. മസ്റ്റാർഡ് യെല്ലോ എന്ന് കറക്റ്റ് പറയത്തില്ല, നല്ലൊരു ഷെയ്ഡ് കേട്ടോ. ഇത് പാനൽ കട്ട് ചെയ്ത അംബർല മോഡൽ കുർത്തിയ. എന്നിട്ട് അതിൽ ഇത് കണ്ടോ, നല്ല ഒരു എംബ്രോയിഡറി വർക്കും ഒരു പോട്ട്ലി ബട്ടണും എല്ലാം ചെയ്ത് നല്ല നെക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിന് ഷോളും ഉണ്ട്. ഇതാണ് അതിൻ്റെ ഷോളായിട്ട് വരുന്നത്. ഞാൻ സാരി ഉടുത്തേക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൽ കൂടുതൽ അഭ്യാസം കാണിക്കാൻ എനിക്ക് ധൈര്യമില്ല. ഇങ്ങനെ എന്തോ മനുഷ്യരാരും ഉടുക്കില്ലാത്ത സാധനമാണോ സാരി എന്ന് ഓർക്കും അല്ലേ. ഞാൻ എൻ്റെ ഈ പറച്ചിൽ കേട്ടല്ലോ, എന്നെ സംബന്ധിച്ചുണ്ടല്ലോ ഇതൊരു ടാസ്ക് തന്നെയാണ്. ഇത് ബോട്ടം, ഇതൊരു സിമ്പിൾ കുർത്തി ടോപ്പ് മാത്രമേ ഉള്ളൂ. ഇതിപ്പം വന്നിട്ട് ഒരു ഹാൻഡ്ലൂം കോട്ടൻ്റെ തനി ഹാൻഡ്ലൂം കോട്ടൺ, പ്യുവർ ആയിട്ട് ഹാൻഡ്ലൂം കോട്ടൺ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. അതിനകത്തൊരു എന്നാ പറയുന്നത്, ഒരു ലിനൻ്റെ ഒക്കെ ഒരു മിക്സ് പോലെ വന്നിട്ടുണ്ട്. ഇങ്ങനെ എന്താ ഫ്ലോറൽ പ്രിന്റുമായിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. പിസ്ത ഗ്രീൻ അല്ല, ഗ്രീൻ എന്നാണോ ബ്ലൂ എന്നാണോ പറയുന്നത്, ടീൽ ബ്ലൂവിൻ്റെ ഒക്കെ എന്തോ ഒരു കളർ. എന്നിട്ട് അതിൻ്റെ കൂടെ ആ ക്രീം ഒരു പോയിട്ടുണ്ട്. സിമ്പിൾ വെയർ ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റും. പിന്നെ ഇതും ഈ പറഞ്ഞ പോലെ ഒരു സെമി പാർട്ടി വെയർ അങ്കരക്ക. ഇപ്പം ഈ അങ്കരക്ക സ്റ്റൈലിന് ഭയങ്കര ഡിമാൻഡാണല്ലോ. അതിൻ്റെ മോഡലിൽ പാറ്റേൺ ചെയ്തിരിക്കുക. ഇതൊരു ബോട്ടം, ഷോള് വന്നിട്ട് സിമ്പിൾ ഷോള് ഇങ്ങനെ ബാക്കിൽ. ഇതിപ്പോൾ ഒരു ശരിക്കും ഒരു ഫ്രോക്ക് വേണം. ഇനിയും ഉണ്ടല്ലോ, ഇത് ടോപ്പ് ഒന്നും വേണ്ട. നമ്മൾ ഫംഗ്ഷന് പോകുമ്പോൾ നമുക്ക് ഈ ഷോളും മറ്റേതും മറിച്ചതും ഒക്കെ കൂട്ടിയിട്ടാലേ ഒരു ലുക്ക് തോന്നത്തുള്ളൂ, അല്ല ക്യാഷ്വൽ ഫീൽ തോന്നും. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ട്രിപ്പോ അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങോ ഒക്കെ പോവുകയാണെങ്കിൽ ഇത് മാത്രം ഇട്ടിട്ട് അടിയിലൊരു ക്യാപ്രി ഇട്ടാൽ മതി. ഇതൊരു ഫ്രോക്ക് മോഡലാക്കി എടുക്കുകയും ചെയ്യാം. പ്യുവർ കോട്ടൺ ആണ്. കയ്യിലൊക്കെ ഈ ഒരു ഡിസൈനൊക്കെ വന്നേക്കുന്നതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ ഇതും ഹാൻഡ്ലൂം കോട്ടൺ, മൈ ഫേവറേറ്റ്. ഞാൻ എപ്പോഴും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതവിടെ ഇത് കണ്ടോ, ഇത് ഹാങ്കറെ കിടക്കുന്നതിൻ്റെ കേട്ടോ, കഴുത്തൊരു പുറകിലോട്ട് ഒരു തുള്ളി ഇറങ്ങിയാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടോ, ഈ ഒരു നല്ല വൃത്തിയുള്ള ഒരു എംബ്രോയിഡറി ചെയ്തിരിക്കുക. സിമ്പിൾ വെയർ ഇഷ്ടമുള്ളവർക്ക്, അതായത് ഈ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒത്തിരി നല്ലതാണ്. കൈക്ക് ഇങ്ങനെ ഉണ്ട്. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, ഇതിനൊരു പീച്ച് ത്രെഡാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ആ പീച്ച് ത്രെഡിൻ്റെ ഡാർക്ക് കളറുള്ള ഷോൾ ഇട്ടുവാണെങ്കിൽ ഇത് നല്ലൊരു പാർട്ടി ടച്ച് കിട്ടും. അങ്ങനെ ഞാൻ ഷോൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും ഓർത്തത് ഒരു ഇതില്ലേ നമ്മുടെ പ്രിൻറ്റഡ് ഷോൾ ഇടുവാണെങ്കിൽ വേറെ ഒരു ലുക്കായത്. ഇത് പ്ലെയിൻ ആയിട്ട് വരുമ്പോൾ ഇതിന് പ്രിൻറ്റഡ് ഷോളും കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലൊരു ലുക്ക്. അങ്ങനെയൊക്കെ ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇടാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എന്നാ പറയുന്നത്, വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ വേണ്ടവർ കോൺടാക്ട് ചെയ്യാം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.